മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് ഫഹദ് ഫാസിൽ. എന്നാൽ മലയാളത്തിൽ മാത്രമല്ല തമിഴ്, തെലുങ്ക് എന്നീ ഭാഷകളിലും നടൻ തന്റെ മികവ് തെളിയിച്ചിട്ടുണ്ട്. സിനിമാ പ്രേമികൾ ഒന്നാകെ ആവേശത്തോടെ കൊണ്ടാടിയ ചിത്രമായിരുന്നു അല്ലു അർജുൻ നായകനായെത്തിയ പുഷ്പ. സിനിമയിൽ വില്ലനായി എത്തിയത് ഫഹദ് ഫാസിലായിരുന്നു. ഒന്നാം ഭാഗത്തിൽ ഫഹദിന് വലിയ ബിൽഡപ്പ് നൽകി അവസാനിപ്പിച്ചെങ്കിലും രണ്ടാം ഭാഗത്തിൽ കൊളമാക്കിയെന്നായിരുന്നു പ്രധാനമായി വന്ന വിമർശനം. ഇപ്പോഴിതാ സിനിമയുടെ പേരെടുത്തു പറയാതെ തനിക്ക് ആ സിനിമയുടെ കാര്യത്തിൽ തെറ്റുപറ്റിയെന്ന് തുറന്നു പറയുകയാണ് ഫഹദ്. ഫഹദിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കഥാപാത്രത്തിന്റെ ധാർമ്മിക വശം എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവർ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്ന് പരിശോധിക്കണം. എന്നാൽ കഴിഞ്ഞ വർഷം വന്ന ഒരു സിനിമയുടെ കാര്യത്തിൽ ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു. എനിക്ക് ആ സിനിമയെ പറ്റി സംസാരിക്കണമെന്നില്ല. കാര്യങ്ങൾ നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലെങ്കിൽ പിന്നെ അത് വിട്ടേക്കണം. കിട്ടിയ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങ് മുന്നോട്ടു പോകണം. ഫഹദിന്റേതായി ആവേശം, വേട്ടയ്യൻ, ബൊഗൈൻവില്ല, പുഷ്പ 2 തുടങ്ങിയ ചിത്രങ്ങളാണ് കഴിഞ്ഞ വർഷം റിലീസ് ചെയ്തത്. ആവേശത്തിന് വലിയ സ്വീകാര്യതയും ലഭിച്ചിരുന്നു. പുഷ്പ ഒഴികെയുള്ള മറ്റു സിനിമകളെ കുറിച്ചെല്ലാം ഫഹദ് തുറന്നു സംസാരിച്ചിരുന്നു. എന്നാൽ പുഷ്പയിലെ തന്റെ വേഷം ആദ്യ ഭാഗത്തെ അപേക്ഷിച്ച് രണ്ടാം ഭാഗത്തിൽ അത്ര മികച്ചത് ആയിരിക്കില്ലെന്ന് നേരത്തെ തന്നെ ഫഹദ് പറഞ്ഞിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഫഹദ് പേരെടുത്തു പറയാതെ പുഷ്പയെ വിമർശിച്ചതാണെന്ന് സോഷ്യൽ മീഡിയ ഒന്നടങ്കം പറയുന്നത്.